ഹലോ ഗൈസ്, നമസ്കാരമുണ്ട്. ഞാൻ തകഴിയിൽ വന്നപ്പോൾ തകഴിയിൽ നിന്ന് ചങ്ങനാശ്ശേരി റോഡിലേക്ക് പോകാമെന്ന് വെച്ചു. അവിടെ പുതിയൊരു പാലം വന്നു എന്ന് കേട്ടു. അങ്ങനെയാണ് ഞാൻ ഈ റോഡിലേക്ക് വരുന്നത്. ഈ വഴി വന്നപ്പോൾ നല്ല സൗന്ദര്യമായ സ്ഥലമാണ്. വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. സോ ബ്യൂട്ടിഫുൾ എവരിവെയർ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഈ വഴി വന്നു കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാലം കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. സൂപ്പർ പാലമാണ്, നല്ല നിർമ്മിതിയാണ്. സോ ബ്യൂട്ടിഫുൾ ഹിയർ. ഇവിടെ നല്ല ഗോപുരങ്ങളുമൊക്കെ വെച്ച് എന്ത് നല്ല മേക്കിംഗ് ആണ്. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ എനിക്കൊന്ന് കുറച്ച് നാളായി നടക്കുന്നു ഈ പാലത്തിൻ്റെ പണിയൊക്കെ. ഇപ്പോഴും നടക്കുന്നുണ്ട് പാലം പണി. ഇപ്പം റോഡുകളൊക്കെ തുറന്നുകൊണ്ട് പോകുന്നൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നടക്കുന്നുണ്ട്. സൂപ്പർ നിർമ്മിതമാണ്. ഈ പ്രകൃതി ഭംഗിയെ ശരിക്കും ആസ്വദിച്ച് നമുക്കിവിടെ വന്ന് ഈ പാലവും ഈ പ്രകൃതിയും എല്ലാം സെയിം നല്ലൊരു മേക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ സൗന്ദര്യം വളരെ സോ ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ മേഘങ്ങളും ഈ ഒരു ആകാശവും ഈ കായലും ഈ ആറും എല്ലാം സോ ബ്യൂട്ടിഫുൾ. പലഹാരം പാലം എന്ന് പറയും ഈ പാലം. ഇവിടെ രണ്ട് വഴിയാണ്. ആ വഴി വരുന്നത് മാന്നാർ, പത്തനംതിട്ട, ശബരിമല അവിടെ നിന്ന് വരുന്നതാണ്. നേരെ ഇങ്ങോട്ട് ഈ വഴി പോകുമ്പോൾ നേരെ വടക്കോട്ട് പോയാൽ വേമ്പനാട്ടുകായൽ, തെക്കോട്ട് പോയാൽ തോട്ടപ്പള്ളി, ശാസ്താംകോട്ടക്കായൽ, കൊല്ലം അവിടെ എത്തും. അല്ല, ബോട്ട് സർവീസ് ഉണ്ട് അവിടെ. പാലത്തിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാലം പണിതിരിക്കുന്നത് ഇതിനകത്ത് എല്ലാം നല്ല ആൾക്കാർക്ക് വന്നിരിക്കുക ഇരുന്ന് സൗന്ദര്യം ആസ്വദിക്കേണ്ട സ്ഥലമൊക്കെ അതിനകത്ത് ഇരുന്ന് ആസ്വദിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. മഴയൊക്കെ കയറി നിൽക്കാം. നടന്നു പോകണമല്ല, അല്ല ഈ വണ്ടിയെ പോകണം. നടന്നു പോകണവർക്ക് ഈ വഴി വഴക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ആൾക്കാർ നടപ്പാതയില്ല. എല്ലാ വഴി ആൾക്കാർ നടന്നു വരാൻ പറ്റത്തില്ല. അങ്ങനെ നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് അടിയിലായിട്ട് ഒരു നടപ്പാത ഉണ്ട്. രണ്ട് സൈഡിലുണ്ട് നടപ്പാത. സോ ബ്യൂട്ടിഫുൾ. ഇതായിരുന്നു നടപ്പാതയിലേക്കുള്ള എൻട്രി, കയറുന്ന വഴി. ആണ് നടപ്പാത. പാലത്തിനടിയിലൂടെ നടപ്പാതയെ കാണുന്നത്. ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. നല്ലൊരു മേക്കിംഗ് ആണ് പാലം. കണ്ടില്ലേ, പാടങ്ങളും കാറ്റും നല്ല പച്ചപ്പും അയൽവെള്ളങ്ങളും എല്ലാം കണ്ട് ഈ പ്രകൃതിയെ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാൻ സാധിക്കും. സോ ബ്യൂട്ടിഫുൾ അല്ലേ? ഈ ഒരു പ്രകൃതി സൗന്ദര്യത്തെ ശരിക്കും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഈ ഒരു വഴി നടന്നു പോയാലും സോ ബ്യൂട്ടിഫുൾ. ഇതിലുള്ള ഒരു യാത്ര വളരെ ഗംഭീരമായിരുന്നു. പച്ചപ്പ് കണ്ട് സൗന്ദര്യത്തെ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകത. So beautiful. See, കണ്ടില്ലേ, ആറിനെയൊക്കെ കണ്ട് ഇവിടെ വെള്ളം വീഴുന്ന ഈ പോകുന്നത് നേരെ പടിഞ്ഞോട്ടാണ്. ഇപ്പോൾ കിടക്കുന്നത്, ഈ പാലം കിടക്കുന്നത് തെക്ക് വടക്കാണ്. ഇത് നേരെ പടിഞ്ഞോട്ട് പോണ ആറിൻ്റെ ആ ഭാഗം പടിഞ്ഞോട്ട് പോണെയാണ്. ഇത് നേരെ പടിഞ്ഞോട്ട് ചെന്ന് തെക്കോട്ടും വടക്കോട്ടുമായിട്ട് തിരിയും. അതിൽ വടക്കോട്ട് പോയാൽ വേമ്പനാട്ടുകായലിൽ ചെല്ലും. അതേ തന്നെ തെക്കോട്ട് പോയാൽ തോട്ടപ്പള്ളി വഴി നേരെ കൊല്ലം ശാസ്താംകോട്ട അവിടെ എത്തും. അവിടെ ബോട്ട് സർവീസും ഉണ്ട് കൊല്ലത്ത് അങ്ങോട്ടേക്ക്. ബോട്ടിലൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അത് കണ്ടില്ലേ, ആ ഒരു ഗോപുരമാണ്. അതിനകത്തോട്ട് കയറി സാധിക്കും. നടന്നു പോകുമ്പോൾ ആൾക്കാർ ചെന്നിരുന്ന പ്രകൃതിയുടെ സൗന്ദര്യം കർഷകരുടെ മഞ്ഞ താഴത്ത് കിടന്നതുകൊണ്ടില്ല. അത് ഇവിടുത്തെ ബോട്ടിൽ വന്ന് ആൾക്കാർ ബോട്ട് എടുപ്പിച്ച് അവിടെ നിന്ന് ഇവിടുത്തെ സൗന്ദര്യം, പാലത്തിൻ്റെ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം ആഗ്രഹിച്ച് പോകാൻ സാധിക്കും. ആ പ്രത്യേകത കൂടെ ഉണ്ട്. അവിടെ ഒരു കള്ളി ഷോപ്പുണ്ട്. അവിടെ നല്ല ഷാപ്പിലെ ഫുഡൊക്കെ കിട്ടും. ആൾക്കാർക്ക് അത് ആസ്വദിച്ച് പോകാൻ സാധിക്കും. പ്രോത്സാഹിപ്പിക്കില്ല, ഞാൻ പറഞ്ഞത് മാത്രം. കാലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ചപ്പല ഫുഡൊക്കെ കഴിച്ച് നല്ല സുന്ദരമായിട്ട് ഇഷ്ടപ്പെട്ട് ശരിക്കും സോ ബ്യൂട്ടിഫുൾ.
കണ്ടില്ല, കിടങ്ങളെ കണ്ടില്ലേ, ബോട്ട് അടുപ്പിച്ച് ബോട്ട് അവിടെ അപ്പം രണ്ടിടത്ത് കിടക്കുന്നുണ്ട് കണ്ടില്ലേ. അവിടെ ഞാൻ ബോട്ട് നിർത്തി ആൾക്കാർക്ക് ഇവിടെ ഇത് അവിടെ കയറി നിന്നുകൊണ്ട് കാലിൻ്റെയും ബ്രിഡ്ജിൻ്റെ ഒക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നടന്ന് കാലിൻ്റെ പ്രകൃതി ഭംഗി കാറ്റ് മുക്കിക്കൊണ്ട് വെള്ളം കിട്ടില്ല, കാലിലൂടെ ആറിലൂടെ വെള്ളം വന്നിട്ടില്ലേ, ആറിലേക്ക് ചാഞ്ഞെടുത്ത് അതിൻ്റെ ആ ഒരു കാറ്റും അതൊക്കെ ആസ്വദിച്ച് പോകുന്നതൊരു ലയമാണ്. ഈ ലയം നമുക്ക് വേറെ ഒന്നും കിട്ടത്തില്ല. പാലത്തിൻ്റെ പണി എല്ലാം തീർന്നിട്ടില്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ വണ്ടികൾ കയറ്റി വിട്ടു പാലത്തിലൂടെ, ഇത്രയേ ഉള്ളൂ. ഉദ്ഘാടനമൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് ഇനി കുറേ പണികളൊക്കെ ഉണ്ട്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഇവിടേക്ക് വീടുകളും. പിന്നെ ആറിനകത്ത് പോളയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിയുന്നുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ്. ഇത് മൊത്തം അടിഞ്ഞാൽ നിറയും വന്ന് ആറ് മൊത്തം ഒരു വലിയൊരു പ്രോബ്ലമാണ്. നടന്ന് ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കാം, ഒന്ന് ഈ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നടക്കാൻ സാധിക്കും. സോ നല്ലൊരു അനുഭവമായിരുന്നു. ഇത് നമ്മുടെ ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ കൂടെയുള്ള നടപ്പാതയാണ്. ഈ സെയിം നടപ്പാത തന്നെ അതിൻ്റെ കിഴക്കേ സൈഡിലുണ്ട്. കിഴക്കേ സൈഡിൽ കൂടെയും നടപ്പാതയുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് ഞാൻ വേറെ ബ്രിഡ്ജ് കണ്ടു, പക്ഷേ ഇങ്ങനൊരു സംഭവം ഇത് ഫസ്റ്റാണ്. തോട്ടപ്പള്ളിലൊക്കെ മുകളിൽ കൂടെ ഉണ്ട് നടപ്പാത, ഓക്കെ. പക്ഷേ ഈ പാലത്തിൻ്റെ അടിയിലൂടെ സൈഡിലൂടെ താഴത്ത് നടപ്പാത ആദ്യമായിട്ടായി കാണുന്നത്. വേറെ എവിടെയാണ് കൊണ്ടുവന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ ആയപ്പോഴാണ് ഇത് കാണുന്നത്. ഇങ്ങനെ നടപ്പാത കണ്ടപ്പോൾ എനിക്ക് സന്ദേശം എനിക്ക് നല്ലൊരു ശരിക്കും ഇഷ്ടപ്പെട്ടു. സോ ബ്യൂട്ടിഫുൾ. എൻ്റെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് എനിക്കുണ്ട്. ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോയായിരുന്നു ഈ വഴി, പക്ഷേ അതിനകത്ത് ഞങ്ങൾ കയറി ഫുള്ളായിട്ട് നോക്കിയൊന്നുമില്ല. പിന്നീട് ഞാൻ ഈയിടെ വന്നപ്പോഴാണ് ഈ വഴി പോയത്. ഞാനിവിടെ വർക്കിന് വേണ്ടി വന്നതായിരുന്നു ഇവിടെ തകഴിയിൽ. തിരിച്ചു പോകുന്ന വഴി ഇത് കണ്ടത്. എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമെന്ന്. അത്രയും സുന്ദരമായൊരു പാലം നിർമ്മിച്ചിട്ട് അത് ചെയ്തെങ്കിൽ പിന്നെ എന്താ കാര്യം. അതുകൊണ്ടാണ് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് താഴത്ത് വന്നു. അടുത്ത കിഴക്ക് വശത്തുള്ള നടപ്പാതയാണ്. ആ നടപ്പാത കയറുന്ന വഴിയാണ് ഈ കാണുന്നത്. സോ ഓക്കെ, കൊള്ളാം. ഈ വഴിയിലെ പാടങ്ങളാണ് കാണുന്നത്. പാടത്തിന് സൗന്ദര്യം കാണാൻ സാധിക്കും. ചെളി കുമ്പാരങ്ങളൊക്കെ ഉണ്ട് പാടത്ത്. ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത അപ്പുറത്ത് കിഴക്ക് സ്ഥലമാണിത്. ഇത് ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ മാന്നാറ്, പത്തനംതിട്ട, ശബരിമല അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്. ഗാറിൻ്റെ കൈവഴിയാണ് കാണുന്നത്. അതിൻ്റെ ബോട്ട് കൊണ്ട് ആൾക്കാർക്ക് അടുപ്പിച്ച് അവിടെ കയറി സെക്കൻഡ് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാൻ സാധിക്കും. കിടക്കിലൊക്കെ പറ്റിയിരിക്കുന്നത് എന്ത് മനോഹരമാണല്ലേ ഈ കായൽ. നിങ്ങളൊക്കെ കാണാനായിട്ട് എന്ത് മനോഹരമാണ്. സോ നല്ലൊരു എൻജോയ്മെൻ്റാണ്. നമുക്കൊരു നല്ല അനുഭവമാണ്. ഇവിടെ ആളുകൾക്ക് വന്ന് ഞായറാഴ്ചകളും വൈകിട്ടും ഒക്കെ ആളുകളൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. ഇവിടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാറുണ്ട് ഇവിടെ വന്ന്. ഈ നടപ്പാതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. സോ ബ്യൂട്ടിഫുൾ. ഇത് നല്ലൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. നമ്മൾ നടന്ന് ഈ
ETRIC എട്രിക് അങ്ങനത്തെ കമ്പനിയാണ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബിൽഡ്സ് എല്ലാം നടത്തിയിരിക്കുന്നത്. അവരാണ് ഇതിൻ്റെ എല്ലാം ചെയ്യുന്നത്. അവരുടെ കമ്പനിയുടെ പ്ലാന്റൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ഇപ്പോഴും പണി നടക്കുന്നതുകൊണ്ടൊന്നും കൊണ്ടുപോയിട്ടില്ല ആരും. എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ. അവരുടെ ഓഫീസാണ് കാണുന്നത്. ഇതൊരു നല്ലൊരു നിർമ്മിതിയായിരുന്നു ഈ പാലം. സോ ബ്യൂട്ടിഫുൾ. നമുക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. എല്ലാ കുട്ടികൾക്കും നമുക്കെല്ലാം ശരിക്കും ഇഷ്ടപ്പെടും. ഈ വഴിയിലൂടെ യാത്ര, അതുപോലെ റോഡ് മുന്നോട്ട് പോയപ്പോൾ റോഡ് സൂപ്പറാണ്. നമുക്ക് വാഹനം പോകാനുള്ള വഴിയാണ് അടിപൊളി. കെട്ടിലാണ്. അവിടെ ഗോപുരങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗോപുരങ്ങളും ഇരിക്കേണ്ട സ്ഥലവും എല്ലാം ഉണ്ട്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കാവുന്ന എനിക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നിർമ്മിച്ചത് എനിക്കറിയത്തില്ല. അതിനകത്ത് നല്ല കിടങ്ങളൊക്കെ ഉണ്ട് താഴത്ത്. അതുപോലെ മുകളിലായിട്ട് ഗോപുരങ്ങൾ പോലെ ചെറിയ ഇതൊക്കെ ഉണ്ട് അവിടെ. ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, സി യു. ഓക്കെ, എല്ലാവരും കാണണം. ഓക്കെ, ബൈ.